الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن الأبرار يشربون من كأس كان مزاجها كافورا عينا يشرب بها عباد الله يفجرونها تفجيرا يوفون بالنذر ويخافون يوما كان شره مستطيرا ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, എല്ലാ രഹസ്യവും പരസ്യവും കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ ജീവിതത്തിൽ സാധാരണയായി നമ്മിൽ വന്ന് കൊണ്ടിരിക്കുന്ന, ചിലപ്പോഴൊക്കെ നമ്മൾ നിർവഹിക്കാറുള്ള രണ്ട് സുപ്രധാനമായ കാര്യങ്ങളാണ്. ഒന്ന് നേർച്ചയും മറ്റൊന്ന് സത്യം ചെയ്യലും. ഈ രണ്ട് വിഷയങ്ങളും നദർ, യമീന് എന്നാണ് അറബി ഭാഷയിൽ പറയാം. നേർച്ച നേരലും നേർച്ച ഉദ്ദേശിക്കലും നിയത്താക്കലും അതേപോലെ സത്യം ചെയ്യലും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതപരമായ ചില നിയമങ്ങളും വിധിവിലക്കുകളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പലപ്പോഴും പല തെറ്റായ വഴികളിലൂടെ അത്തരം വിഷയങ്ങളിൽ ആളുകൾ മുന്നോട്ട് പോകാറുമുണ്ട്. നേർച്ച എന്ന് പറയുന്നത്, അതേപോലെ തന്നെ സത്യം ചെയ്യുക എന്ന് പറയുന്നത് രണ്ടും ഒരു ഇബാദത്താണ്. ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ, അവന്റെ പേരിൽ മാത്രമേ ആകാവൂ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പേരിലല്ലാതെ നേർച്ച നേരാൻ പാടില്ല. സാധാരണയായി നമ്മളൊക്കെ കാണാറുണ്ട് ഓമാനൂർ ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടി, ബദ്രീങ്ങളുടെ നേർച്ചപ്പെട്ടി. അവിടെ ഓമാനൂർ ശുഹദാക്കളോ ബദ്രീങ്ങളോ വന്നിട്ട് പെട്ടി വെച്ച് പോയിട്ടില്ല. അത് നമ്മുടെ ആളുകൾ വെക്കുന്ന, അവരുടെ പേരിൽ നേർച്ചയാക്കി, അവരുടെ പേരിൽ നിയത്താക്കി വെക്കുന്ന. അപ്പൊ അതിൽ ആ ഉദ്ദേശത്തോടു കൂടി ആളുകൾ പണം കൊണ്ടുപോയിടുകയാണ്. എന്തിനാ? അവരിലൂടെ ചില ഖൈറും ബർക്കത്തൊക്കെ കിട്ടാൻ, അവരുടെ തൃപ്തി കിട്ടാൻ, അവരുടെ പൊരുത്തം കിട്ടാൻ, അവരിലൂടെ തങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങാൻ, അവരിലൂടെ തങ്ങളുടെ കാര്യങ്ങൾ സാധൂകരിക്കാൻ. ഇത് സഹോദരങ്ങളെ ഇസ്ലാമല്ല. ഇത് ഒരിക്കലും ഇസ്ലാമല്ല. നേർച്ച അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ നേരാവൂ. അത് ഒന്ന്. ഈ നേർച്ച
ഇന്ന് സമൂഹത്തിൽ നേർച്ച എന്ന് പറയുമ്പോൾ വേറൊരു പദരൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്, വേറൊരു ആശയത്തിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പട്ടാമ്പി നേർച്ച, കൊണ്ടോട്ടി നേർച്ച. ഇസ്ലാമിലെ നേർച്ച എന്താണെന്ന് പോലും ജനങ്ങൾക്ക് അറിയാത്ത രൂപത്തിൽ തെറ്റിദ്ധരിച്ചുപോയി. ഖബറുകളുടെ മുമ്പിലാണ് പെട്ടിയുള്ളത്, അവിടെയാണ് ഇന്ന വലിയ ശൈഖിന്റെ നേർച്ചപ്പെട്ടി, പിന്നെ നേർച്ച നടക്കുന്നത് അവിടെയാണ്. അപ്പൊ എന്താ നേർച്ച എന്ന് പോലും ഒരു മുസ്ലിമിന് അറിയാത്ത സാഹചര്യത്തിലേക്ക് ആധുനിക ലോകം എത്തിയിട്ടുണ്ട്. എന്താ നേർച്ച എന്നറിയോ? പണ്ഡിതന്മാര് ആ പദത്തിന് വിശദീകരിച്ചിട്ടുണ്ട്. നദർ എന്ന് അറബിയിൽ പറയുന്ന ആ പദത്തിന്റെ വിശദീകരണം അൻ തൂജിബ അലാ നഫ്സിക മാ ലൈസ ബിവാജിബിൻ ലിഹുദൂസി അംറിൻ. ഒരു കാര്യം നേടാൻ വേണ്ടി നിർബന്ധമല്ലാത്ത ഒന്നിനെ സ്വന്തത്തിന്റെ പേരിൽ നിർബന്ധമാക്കൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ആവശ്യമുണ്ട്, ആ ആവശ്യം എനിക്ക് നടക്കണം, അതെനിക്ക് ലഭിക്കണം. ഇപ്പൊ സാധാരണയായി നമുക്ക് പരിചയം ഉണ്ടാവും, UAE-യിലുള്ള ദുബായിലുള്ള ആളുകളൊക്കെ അധികം വിളിക്കാറുണ്ട്, ഞാനൊരു നേരത്തെ നേർന്നിട്ട് എന്തിനാ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. വലിയ ലൈസൻസ് കിട്ടാൻ പ്രയാസപ്പോ അവിടെയാണ്. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിർബന്ധമല്ലാത്ത ഒരു കാര്യത്തെ നിർബന്ധമാക്കുക. അതായത് ഇപ്പൊ സുന്നത്തായ കാര്യമാണ് തിങ്കളാഴ്ച നോമ്പെടുക്കൽ, സുന്നത്തായ കാര്യമാണ് വ്യാഴാഴ്ച നോമ്പെടുക്കൽ. ഒരു വ്യക്തി പറയുകയാണെന്ത്, ഞാൻ അടുത്ത തിങ്കളാഴ്ച നോമ്പെടുക്കാം നേർച്ച നേരുന്നു. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പ് നിർബന്ധമായി, ഇന്നത് ഒഴിവാക്കാൻ പാടില്ല, നോറ്റേ പറ്റും. എന്നാൽ നിർബന്ധമായ ഒരു കാര്യം നേർച്ച നേരലുണ്ടോ? അടുത്ത റമദാൻ മാസത്തിൽ ഞാൻ നോമ്പ് നേർച്ച നേരുന്നു എന്ന് പറയാൻ പറ്റൂല. കാരണം ആ നോമ്പ് നിർബന്ധം. അവൻ നേർച്ച നേർന്നാലും ശരി ഇല്ലെങ്കിലും ശരി റമദാനായാൽ നോമ്പെടുത്തേ പറ്റൂ. അപ്പൊ നിർബന്ധമായ വാജിബായ ഒന്നിനെ നേർച്ചയാക്കലില്ല. നേരെ മറിച്ച് നിർബന്ധമല്ലാത്തതിനെ നേർച്ചയാക്കാം. അനാഥശാലയിലേക്ക് അല്ലെങ്കിൽ യത്തീം കുട്ടികൾക്ക് ഞാൻ ഒരു ചാക്ക് അരി കൊടുക്കാൻ ഞാൻ നേർച്ചയാക്കുന്നു. ഇതാണ് നേർച്ച എന്ന് പറഞ്ഞാൽ. ഇത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. അപ്പൊ നിർബന്ധമല്ലാത്ത ഒന്നിനെ സ്വന്തം പേരിൽ തന്റെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി നിർബന്ധമാക്കുക. ഞാൻ ഇന്ന സൽക്കർമ്മം ചെയ്യാൻ നേർച്ചയാക്കുന്നു, ഞാൻ ഇന്നത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നേർച്ചയാക്കുന്നു. ഇതിനാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ നേർച്ച എന്ന് പറയുന്നത്. ഈ നേർച്ച അനുവദനീയമാണ്. അത് ഇങ്ങനെ നേർച്ച അനുവദനീയമാണ്. അത് ചെയ്യുന്ന ആളുകൾക്ക്, ആ നേർച്ച നേർന്നാൽ അത് പൂർത്തീകരിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് വമ്പിച്ച പ്രതിഫലമുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ. നാളെ പുണ്യവാളന്മാർ സ്വർഗത്തിലെ അരുവികളിൽ നിന്ന് അവർ കുടിക്കും. ആ വെള്ളത്തിന്റെ കലർപ്പ്, അതിന്റെ മിശ്രിതം കാഫൂർ, കർപ്പൂരം കലർത്തിയതായിരിക്കും. ഐന യശ്റബൂ ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറ. അള്ളാഹുവിന്റെ അടിമകൾ അത് കുടിക്കും. സ്വർഗത്തിന്റെ നാനാഭാഗത്തും എങ്ങനെ ഒഴുക്കി വിടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തേ കാരണം അവർ കുടിക്കാൻ? എന്തുകൊണ്ടാണ് അവർ അള്ളാഹുവിന്റെ ഇഷ്ടമുള്ള ദാസന്മാരാവുകയും ഇങ്ങനെ കുടിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തത്? എന്തുകൊണ്ടാണ്? അവർ യൂഫൂന ബിൻ നദർ, നേർച്ചകൾ നിറവേറ്റുന്നവരായിരുന്നു. നേർച്ച നേരുന്നവർ എന്നല്ല, നേർച്ച നേർന്നു കഴിഞ്ഞാൽ അത് നിറവേറ്റുന്നവരായിരുന്നു. വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. അസഹനീയമായ, സഹിക്കാൻ സാധ്യമല്ലാത്ത ആ ദിവസത്തെ ഭയപ്പെടുകയും ചെയ്തിരുന്നവരായിരുന്നു അവർ എന്ന് സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നേർച്ച നേരൽ അനുവദനീയമാണ്. അത് നേർന്നു കഴിഞ്ഞാലോ അത് നിറവേറ്റൽ നിർബന്ധമാണ്. ആദ്യം ആ സുന്നത്ത് നോമ്പ് സുന്നത്തായിരുന്നു, തിങ്കളാഴ്ചത്തെ നോമ്പ്. പക്ഷെ ഞാൻ നേർച്ചയാക്കിയാലോ അതെനിക്ക് നിർബന്ധമായി. അത് നിറവേറ്റൽ നിർബന്ധമായി മാറും. അതും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച സൂറത്തുൽ ഹജ്ജിലൂടെ അവർ അവരുടെ നേർച്ചകൾ പൂർത്തിയാക്കിക്കൊള്ളട്ടെ. ഈ കൽപ്പന അമ്രിനെയാണ്, നിർബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഒരു വ്യക്തി നേർച്ച നേർന്നു കഴിഞ്ഞാൽ അത് നിറവേറ്റൽ നിർബന്ധമാണ്. അത് നിറവേറ്റിയാലോ പരലോകത്ത് വമ്പിച്ച പ്രതിഫലവുമുണ്ട്, അല്ലാഹു തആലയ്ക്ക് ഇഷ്ടവുമാണ്. എന്നാൽ നേർച്ച നേരുക എന്നുള്ളത് അതുകൊണ്ട് ഭൗതികമായി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നേർച്ച നേർന്നതിലൂടെ ഐഹികമായിട്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. പലപ്പോഴും പല ആവശ്യങ്ങൾ വരുമ്പോ ആ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാൻ വേണ്ടിയാണ് നേർച്ചകൾ നേരാറുള്ളത്. പക്ഷേ ആ നേർച്ച നേർന്നത് കൊണ്ട് ആ കാര്യം നടന്നുകൊള്ളണമെന്നില്ല. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ തൻദുറു, നിങ്ങൾ വ്യാപകമായി നേർച്ച നേരരുത്. കാരണം ഫൈനൽ അന്നദ്റ, നിശ്ചയമായും നേർച്ച ലാ യുഗ്നി മിനൽ ഖദ്രി ശൈആ, അല്ലാഹുവിന്റെ ഖദറിൽ ഒരു മാറ്റവും വരുത്തൂല.
രോഗമാണ് വീട്ടിൽ, എന്നും കുട്ടിക്ക് രോഗമാണ്, അപ്പൊ നേർച്ച നേരുകയാണ്. എന്നും ഭാര്യയ്ക്ക് അസുഖമാണ്, അപ്പൊ നേർച്ച നേരുകയാണ്. എന്നും എന്തൊക്കെയോ പ്രയാസങ്ങളാണ്, അപ്പൊ നേർച്ച നേരുകയാണ്. ഈ രോഗം മാറാൻ, ഈ പ്രയാസം നീങ്ങാൻ, ഭാര്യയുടെ പ്രശ്നം നീങ്ങാൻ. പക്ഷേ നേർച്ച കൊണ്ട് ഒരു പ്രത്യേകിച്ച് മാറ്റമൊന്നും ഖദറിൽ വരികയില്ല. പിന്നെ എന്തിനാണ് അവിടെ നേർച്ച? വഇന്നമാ യുസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ. അവൻ ആള് പിശുക്കനാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നാലല്ലാണ്ട് 5 പൈസ ചെലവാക്കൂല. അത് ചെലവാക്കിക്കാനുള്ളൊരു മാർഗം മാത്രമാണ് നേർച്ച. എന്നാൽ പിന്നെ ചിലപ്പോൾ നമ്മൾ നേർന്ന കാര്യങ്ങൾ നടക്കാറുണ്ടല്ലോ. ആ കാര്യം നടക്കുന്നത് നേർന്നത് കൊണ്ടല്ല, അത് റബ്ബിന്റെ ഖളാ അങ്ങനെയാണ്, അതുകൊണ്ട് നടന്നതാണ്. അപ്പൊ എന്തിനാ പിന്നെ നേർച്ച? അത് ഒരു വ്യക്തിയുടെ അവന്റെ പിശുക്കത്തരത്തിൽ നിന്നും അവനെ രക്ഷിക്കാനും അവനെ മോചിപ്പിക്കാനും വേണ്ടി. ആ ബുദ്ധിമുട്ട് വന്നാലല്ലാണ്ട് 10 പൈസ അവൻ ചെലവാക്കൂല. അപ്പൊ അവന് പിശുക്കൊന്നു മാറണം, അതിന്റെ ഒരു പരിഹാരം മറ്റൊരു ഹദീസിൽ കാണാം. ഇന്നഹു ലാ യറുദ്ദു ഷൈഅൻ. അല്ലാഹുവിന്റെ ഖളാഇലോ ഖദറിലോ നേർച്ച ഒന്നിനെയും തടയുകയില്ല. വഇന്നമാ യുസ്തഖ്റജു മിനശ്ശഹീഹ്. ശുഹുള്ള പിശുക്കുള്ള ഒരാളിൽ നിന്ന് പൈസ പുറത്തെടുക്കാനുള്ള മാർഗം മാത്രമാണ് നേർച്ച എന്ന് പറയുന്നത്. അപ്പൊ ഭൗതികമായിട്ട് നേർച്ച കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്താ ഒരുത്തൻ നേർച്ച നേരണോ? നേരാം, ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ലാതെ അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പൊ ഒരാള് തീരെ സുന്നത്തും എടുക്കുന്നില്ല. കാരണം അത് നിർബന്ധമല്ല. അവന് തോന്നുന്നു അതിപ്പോ നിർബന്ധമായാലപ്പോ ഞാൻ ആ നോമ്പെങ്കിലും ഒന്ന് എടുക്കുള്ളൂ എന്ന് സ്വയം തോന്നുകയാണെങ്കിൽ അവൻ ആ നോമ്പ് നേർച്ചയാക്കുകയാണ്. ഞാൻ തിങ്കളാഴ്ച എന്തായാലും നോമ്പ് നേർച്ചയാക്കുന്നു, അപ്പൊ അത് നിർബന്ധമായി, അപ്പൊ ആ നോമ്പ് അവൻ എടുക്കും. അപ്പൊ അങ്ങനെ ചില ആവശ്യങ്ങൾ വരും. അതല്ലാതെ നിബന്ധന വെച്ചുകൊണ്ട് എന്റെ രോഗം മാറുകയാണെങ്കിൽ ഞാൻ നേർച്ച കൊടുക്കും, രോഗം മാറുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും, അങ്ങനെ നിബന്ധന വെച്ചുകൊണ്ട് നേർച്ച നേരാനേ പാടില്ല എന്ന് പോലും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇനി സഹോദരന്മാരെ, നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ചില ഇനങ്ങളുണ്ട്. അതായത് പല രൂപത്തിലുള്ള നേർച്ചകൾ. അതായത് നേർച്ച നേർന്നാൽ അത് പാലിക്കേണ്ടതുണ്ട്, പാലിക്കാൻ പാടില്ലാത്തതുണ്ട്. പല തരത്തിലുള്ള നേർച്ചകൾ. ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ട്, ഏതെങ്കിലും ആളുകളുമായിട്ടൊക്കെ തമ്മിൽ തെറ്റുമ്പോ ഇനി ഞാൻ നിന്റെ വീട്ടിലേക്ക് വരികയേയില്ല, വല്ലാഹി അള്ളാന്റെ പേരിൽ ഞാൻ നേർച്ചയാക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് ഞാൻ കയറൂല. സംഗതി നേർച്ചയാണ്, സത്യം ചെയ്ത് പറയുകയും ചെയ്തു. എന്നാൽ പാലിക്കാൻ പറ്റുന്ന കാര്യമാണോ അത്? അല്ല. ഒരു വിശ്വാസി തെറ്റായ കാര്യം സത്യം ചെയ്താൽ, ഒരു തെറ്റായ കാര്യം നേർച്ച നേർന്നാൽ ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ, അത് പൂർത്തീകരിക്കാൻ പാടുണ്ടോ ഇല്ലേ, ഇസ്ലാമിൽ നിയമങ്ങളുണ്ട്. ആ നിലക്ക് നമ്മൾ പരിശോധിച്ചാൽ, ഒന്ന്, നേർച്ച നേർന്നു കഴിഞ്ഞാൽ പൂർത്തിയാക്കൽ നിർബന്ധമാകുന്ന നേർച്ച. അതെന്താണ്? അള്ളാഹുവിന് ഇഷ്ടമുള്ള സൽക്കർമ്മങ്ങൾ, നല്ല കാര്യങ്ങൾ, പിന്നെ അള്ളാഹുവിന് തൃപ്തികരമാകുന്ന പ്രവർത്തനങ്ങൾ, അത് ഒരു വ്യക്തി നേർച്ചയായി നേർന്നു കഴിഞ്ഞാൽ, അത് തീരുമാനമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലിച്ചേ പറ്റൂ. ഉദാഹരണമായിട്ട്, ഞാൻ ഈ വർഷം ഹജ്ജിന് പോകാൻ നേർച്ചയാക്കുന്നു പറഞ്ഞവർക്ക് നിർബന്ധമായി. ഹജ്ജ് ഒരാൾക്ക് എപ്പോഴാണോ പൈസ കയ്യിലുള്ളത് അപ്പോഴവൻ നിർബന്ധമാകുന്നുള്ളൂ. കഴിവുള്ളവൻ പോകണം. ഒരു വ്യക്തി നേർച്ചയാക്കാൻ ഞാൻ ഈ വർഷം ഹജ്ജിന് എന്തായാലും പോകും, നേർച്ചയാക്കിയാൽ അവൻ പോയേ പറ്റൂ. അടുത്ത മാസം ഞാൻ എന്തായാലും ഉംറക്ക് പോകും, നേർച്ചയാക്കാണ്, ഉദ്ദേശിക്കുകയല്ല കേട്ടോ, ഉദ്ദേശം വേറെ. ഇൻഷാ അല്ലാഹ് കഴിയുകയാണെങ്കിൽ അടുത്ത മാസം പോകണം എന്നുണ്ട്, അത് വേറെ. ഞാൻ അടുത്ത മാസം എന്തായാലും ഉംറക്ക് പോകാൻ നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞാലോ, ആ തീരുമാനം എടുത്താലോ, അത് നേർച്ചയാക്കലാണ്. അടുത്ത മാസം പോയേ പറ്റൂ, അത് ലംഘിക്കാൻ പാടില്ല. അപ്പൊ സുന്നത്തായ നോമ്പുകൾ, അതേപോലെ ഈ പറഞ്ഞ പോലെ ഹജ്ജിന്റെ കാര്യം, അതേപോലെ ഏത് സൽക്കർമ്മങ്ങളും, ഞാൻ നാളെ 2 മണിക്കൂർ ഓതാൻ നേർച്ചയാക്കുന്നു, 2 മണിക്കൂർ അവൻ ഓതിയേ പറ്റൂ. ചില ആളുകളൊക്കെ വലിയ ബുദ്ധിമുട്ട് വരുമ്പോ ഞാൻ ഇന്ന് ചെയ്യാൻ നേർച്ചയാക്കുന്നു, അപ്പൊ വലിയ വർത്താനം പറയും. പിന്നെ ആ നേർച്ച അവനും തമ്മിലൊരു ബന്ധം ഉണ്ടാവൂല. അത് ഒരിക്കലും പാടില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ നിങ്ങൾ നേർച്ച നേർന്നാലും അത് പൂർത്തിയാക്കിയേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിലക്കുള്ള നന്മ നിറഞ്ഞ കാര്യങ്ങൾ ഒരു വ്യക്തി നേർച്ച നേർന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, മൻ നദറ, വല്ലവനും നേർച്ച നേർന്നാൽ അൻയുതി അല്ലാഹ, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ എന്ന് പറഞ്ഞ സൽക്കർമ്മങ്ങൾ, ഹജ്ജാകട്ടെ, നോമ്പാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, എന്തോ ആകട്ടെ, അതൊരുത്തൻ നേർച്ചയാക്കി കഴിഞ്ഞാൽ ഫൽയുതി, അവൻ അള്ളാഹുവിനെ അനുസരിച്ചു കൊള്ളണം. നിർബന്ധമാണ് അനുസരിക്കൽ. ഇനി ഒരു വ്യക്തി അങ്ങനെ ചെയ്തില്ലെങ്കിലോ, ഈ വർഷം അവൻ ഹജ്ജിന് നേർച്ചയാക്കി, ചെയ്തില്ല, അങ്ങനെ ആയാൽ അതിന്റെ പേരാണ് നേർച്ചയെ ലംഘിക്കൽ. അപ്പൊ അവൻ എന്ത് ചെയ്യണം? ആ നേർച്ച നിറവേറ്റാത്തതിന്റെ പേരിൽ പ്രായശ്ചിത്തം കൊടുക്കണം.
എന്താ പ്രായശ്ചിത്തം? ഇൻഷാ അല്ലാഹ് ശേഷം വിശദീകരിക്കാം. അപ്പൊ ഇതാണ് ഒന്നാമത്തേത്. നേർച്ച നേർന്നു കഴിഞ്ഞാൽ അത് വീട്ടൽ, അത് പ്രവർത്തിക്കൽ നിർബന്ധമാണ്. രണ്ടാമത്തേത് നദറുൻ ലാ യജൂസുൽ വഫാഉ ബിഹി, അത് ഒരിക്കലും പാലിക്കാൻ പാടില്ല. അങ്ങനത്തെ ചില നേർച്ചകളുണ്ട്. ആ നേർച്ച നേരാൻ പാടില്ല, അത് വേറെ വിഷയം. പക്ഷെ നേർച്ച നേർന്നു കഴിഞ്ഞു, അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു, അത് പ്രഖ്യാപിക്കുകയും ചെയ്തു, പക്ഷെ അത് ചെയ്യാൻ പാടില്ല. അതിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ചില ആളുകൾ ഞാൻ ഈ അടുത്ത മാസം അജ്മീറിലേക്ക് പോകാൻ നേർച്ചയാക്കുന്നു. എത്രയോ ആളുകൾ നേർച്ചയാക്കിയവരുണ്ട്. അജ്മീർക്ക് പോകാൻ നേർച്ചയാക്കുന്ന ആളുകൾ. ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്, പ്രത്യേകമായ സിയാറത്ത് പുണ്യമുദ്ദേശിച്ചുകൊണ്ട് 3 സ്ഥലങ്ങളിലേക്ക് അല്ലാണ്ട് പോകാൻ പാടില്ല. മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ നബവി, മസ്ജിദുൽ ഹറാം. ബാക്കിയുള്ള എല്ലാം ഒരുപോലെയാണ്. നാട്ടിലെ ഖബർസ്ഥാനും എല്ലാം ഒരുപോലെ. എല്ലാ സ്ഥലത്തേക്കും നമുക്ക് അവനവന് സിയാറത്തിന് വേണ്ടി പോകാം. ഒരാൾ ഞാൻ അജ്മീറിലേക്ക് നേർച്ചയാക്കി, അത് തെറ്റാണ്. മഖ്ബറകളിലുള്ള നിലവിളക്കിലേക്ക് എണ്ണ നേർച്ചയാക്കുന്ന ആളുകളുണ്ട്. എണ്ണ നേർച്ചയാക്കിയ ആളുകൾ. ആ മഖ്ബറയുടെ മുകളിൽ വിരിക്കാൻ പച്ചമുണ്ട് നേർച്ചയാക്കുന്ന ആളുകൾ. ഇതൊക്കെ തിന്മ നിറഞ്ഞ നേർച്ചകളാണ്. അത് നേരാനും പാടില്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അത് ചെയ്യാനും പാടില്ല. അതിനെ സംബന്ധിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ നദറ, വല്ലവരും നേർച്ച നേർന്നാൽ അൻ യഅസിയഹു, അനുസരണക്കേടിന്റെ വിഷയത്തിൽ തിന്മയുടെ കാര്യത്തിൽ നേർച്ച നേർന്നാലും ഫലാ യഅസിഹി, ആ പണി അവൻ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ആ തെറ്റവൻ ചെയ്യാൻ പാടില്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ലാ വഫാഅ, നേർച്ച പൂർത്തിയാക്കാൻ പാടില്ല, ലിനദിരിൻ ഫീ മഅസിയ, തിന്മയുടെ വിഷയത്തിൽ നേർന്ന നേർച്ച, ഞാൻ അവന്റെ വീട്ടിലേക്ക് ഇനി ഒരിക്കലും പോകൂല. അങ്ങനെ ചെയ്ത് പറയുന്ന ആളുകളുണ്ട്. ഞാൻ അവനുമായി മിണ്ടുകയേയില്ല, സത്യം ചെയ്ത് പറയുന്ന ആളുകളുണ്ട്. സത്യം ചെയ്യലാണെങ്കിലും ശരി, നേർച്ചയാക്കലാണെങ്കിലും ശരി, തിന്മയാണോ അത് ചെയ്യാനും പൂർത്തിയാക്കാനും പാടില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? നേർച്ച നേർന്നില്ലെങ്കിൽ ആ നേർച്ചയുടെ ലംഘനം സംഭവിക്കുകയാണ്. നന്മയാണെങ്കിലും ശരി, തിന്മയാണെങ്കിലും ശരി, എന്താണോ നേർച്ച നേർന്നത് അത് ചെയ്യാതിരുന്നാൽ ആ നേർച്ചയെ ലംഘിക്കലാണ്. അങ്ങനെ ലംഘിച്ചാലോ പ്രായശ്ചിത്വം വേണ്ടതുണ്ട്. പ്രായശ്ചിത്വം ഇൻഷാ അല്ലാഹ് അവസാനം സൂചിപ്പിക്കാം. മൂന്നാമത്തെ ഒരു ഇനം നേർച്ച, അതെന്താണ്? ഒരു വ്യക്തിക്ക് തെറ്റാന്ന് അറിയാതെ സംഭവിച്ചുപോയി. സ്വാഭാവികമായും അവൻ പറഞ്ഞ വാക്കിന് എതിരായിട്ട് വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ടായി. മനഃപൂർവ്വമല്ല, പക്ഷെ ആ വന്നതോ അത് തെറ്റിലേക്കാണ് എത്തിക്കുന്നത് എങ്കിൽ അപ്പോഴും ആ നേർച്ച അവിടെ നേരാൻ പാടില്ല. പക്ഷേ പ്രായശ്ചിത്തം കൊടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾക്ക് നേർച്ച നേർന്നാലും ചീത്ത കാര്യങ്ങൾക്ക് നേർച്ച നേർന്നാലും ശരി, ലംഘിച്ചു കഴിഞ്ഞാൽ പ്രായശ്ചിത്തം കൊടുക്കൽ നിർബന്ധമാണ്. നല്ല കാര്യങ്ങളാണെങ്കിൽ നേർച്ച നിറവേറ്റണം, ചീത്ത കാര്യങ്ങളാണെങ്കിലോ നേർച്ച നിറവേറ്റാൻ പാടില്ല. നല്ല കാര്യം അഥവാ നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രായശ്ചിത്തം കൊടുക്കണം. ചീത്ത കാര്യമാണെങ്കിൽ ആ നേർച്ച നേരാനും പാടില്ല, നിറവേറ്റാനും പാടില്ല, പ്രായശ്ചിത്തം കൊടുക്കൽ നിർബന്ധവുമാണ്. കാരണം നേർച്ചയെ ലംഘിക്കുകയാണ്. അപ്പോ അറിയാതെ ഒരാൾ നേർച്ചയായി, പക്ഷെ അതിന് വന്നുപോയത് തെറ്റായ കാര്യമാണ് എന്ന് പറഞ്ഞ ഒരു സംഭവം. സിയാദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, കുൻതു മഅ ഇബ്നു ഉമർ, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ കൂടെ ഒരിക്കൽ നടക്കുകയായിരുന്നു. ഫസഅലഹു റജുലുൻ, അപ്പോൾ ഒരു വ്യക്തി വന്നിട്ട് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, റസൂലേ, നദർതു അൻ അസൂമ കുല്ല യൗമി സലാസ, എല്ലാ ചൊവ്വാഴ്ചയും നോമ്പെടുക്കാൻ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. നല്ല കാര്യമാണ്, കുഴപ്പമൊന്നുമില്ല. ഒരാൾ നേർച്ചയാക്കി, അയാൾക്ക് ചെയ്യാം, അയാൾ ഇഷ്ടം. ഔ അർബിയ, അല്ലെങ്കിൽ ബുധൻ, ഏതെങ്കിലും ഒരു ദിവസം. മാ ഇഷ്ടു, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. അപ്പൊ അങ്ങനെ അദ്ദേഹം നേർച്ചയാക്കി. ഫവാഫഖ്തു ഹാദിഹിൽ യൗമ യൗമുൻ നഹർ, കഴിഞ്ഞ വർഷം എന്റെ ഈ ചൊവ്വാഴ്ച ദിവസം വന്നത് ബലിപെരുന്നാളിന്റെ അന്നാണ്, അതായത് പെരുന്നാളിന്റെ അന്ന്. പെരുന്നാളിന്റെ അന്ന് നോമ്പ് നോൽക്കൽ എന്താണ്? ഹറാമാണ്. നേർച്ച നേർന്ന ദിവസം വന്നതോ പെരുന്നാളിനോട് യോജിച്ചിട്ടുമാണ്. അപ്പൊ അത് മനഃപൂർവ്വം ചെയ്തതല്ല. ഒരു ഹറാമായ ദിവസം നോമ്പ് നിൽക്കാൻ നേർച്ചയാക്കാൻ പാടില്ല. അയ്യാമു തശ്രീഖ്, പെരുന്നാളിന്റെ 3 ദിവസങ്ങൾ നോമ്പ് നിൽക്കാൻ പാടില്ല. അത് നോമ്പ് നേർച്ചയാക്കാനും പാടില്ല. പക്ഷെ ഇത് മനഃപൂർവ്വം ചെയ്തതല്ല. അദ്ദേഹം എല്ലാ ചൊവ്വാഴ്ച നോമ്പ് നേർച്ചയാക്കി. പക്ഷെ ചൊവ്വാഴ്ച വന്നതോ പെരുന്നാളിന്റെ അന്നാണ്. അദ്ദേഹം ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചകരെ, അമറല്ലാഹു ബി വഫാഇൻ നദർ, നേർച്ച പൂർത്തിയാക്കാൻ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. വനുഹീന അൻ നസൂമ യൗമൻ നഹർ, യൗമുൻ നഹർ, ബലിപെരുന്നാളിന്റെ അന്ന് നോമ്പ് വെക്കാൻ പാടില്ല എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഈ ചോദ്യവുമായിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ നടന്നു. 2-3 തവണ ആവർത്തിച്ചു എന്നാണ്.
അവസാനം അത് നിറവേറ്റാൻ പാടില്ല എന്ന വിധിയാണ് ലഭിച്ചത്. അതെന്തായി? അദ്ദേഹം മനഃപൂർവ്വം അല്ലാത്ത സ്ഥിതിക്ക് ഒരു അനുവദനീയമല്ലാത്ത ദിവസത്തിൽ നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കിയതുപോലെയായി. അപ്പോ നേർച്ച ഉണ്ട് എന്ന് കരുതിയിട്ട് പെരുന്നാളിന്റെ അന്ന് നോമ്പ് വെക്കാൻ പാടില്ല. പക്ഷെ വേറെ പ്രശ്നം വന്നു. എന്താ? നേർച്ച ചെയ്യാൻ പറ്റാതെ വരികയാണ്. അപ്പൊ പ്രായശ്ചിത്തം കൊടുക്കണം. ഇതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ വിധിയായി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മനഃപൂർവ്വമല്ലാത്ത നിലക്ക് നേർച്ച നേർന്നു സാഹചര്യമോ സ്വാഭാവികമോ ആയിട്ട് അത് പറ്റാത്ത ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്നാൽ അപ്പൊ പിന്നെ ചെയ്യാൻ പാടില്ല. ഹറാമിലേക്കാണ് അത് എത്തുന്നത് എങ്കിൽ, നിരോധിക്കപ്പെട്ട വിഷയത്തിലേക്കാണ് എത്തുന്നത് എങ്കിൽ ആ നേർച്ച നിർവഹിക്കാൻ പാടില്ല. പക്ഷെ നേർച്ച നിർവഹിച്ചില്ലെങ്കിലോ പ്രായശ്ചിത്തം വേറെ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ തെറ്റുകൾ വന്നാൽ, നേർച്ച നേരാൻ കഴിയാതെ വന്നാൽ എന്താ പ്രായശ്ചിത്തമായി കൊടുക്കേണ്ടത്? അതും പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇത് നമ്മൾ ഈ പ്രായശ്ചിത്തം പല ആളുകളും കൊടുക്കാറില്ല. പല വിഷയങ്ങളും നേർച്ച അങ്ങോട്ട് പറഞ്ഞു വിടലാണ്. അത് ചിലപ്പോൾ വാക്കിലുണ്ടാകും, പ്രവൃത്തിയിലുണ്ടാകും. പല നിലക്കുള്ള നേർച്ചകൾ പലരും ചെയ്യാറുണ്ട്. അങ്ങനെ നേർന്നു കഴിഞ്ഞാൽ സഹോദരങ്ങളെ അത് നിർവഹിക്കൽ നിർബന്ധമാണ്. നന്മയാണ് എങ്കിലും, തിന്മയാണെങ്കിലോ അത് നിർവഹിക്കാനും പാടില്ല. രണ്ടാണെങ്കിലും ശരിയും നേർച്ച ലംഘിച്ചു കഴിഞ്ഞാൽ പ്രായശ്ചിത്തം കൊടുക്കൽ നിർബന്ധവുമാണ്. അല്ലാത്തിടത്തോളം അവന്റെ പിരടിയിൽ ആ കുറ്റം ഉണ്ട്. എന്താ പ്രായശ്ചിത്തം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, കഫാറത്തുൻ നദിരി കഫാറത്തുൽ യമീൻ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. കഫാറത്തുൻ നദിരി കഫാറത്തുൽ യമീൻ. നേർച്ച നേർന്ന് അത് നിർവഹിക്കാതെ ലംഘിച്ചാൽ അതിന്റെ പ്രായശ്ചിത്തം സത്യം ചെയ്ത് ലംഘിച്ചാലുള്ള പ്രായശ്ചിത്തമാണ്. ഒന്ന് സത്യം ചെയ്ത് ലംഘിക്കാന്ന് പറഞ്ഞാൽ, ഇപ്പൊ ചില ആളുകൾ പറയണ്ട, വല്ലാഹി അള്ളാഹുവാണ് സത്യം, ഞാൻ ഇന്നത് ചെയ്യും. അതൊരു സത്യം ചെയ്യലാണ്. അതവൻ ചെയ്തേ പറ്റും. ആ സത്യം ചെയ്തിട്ട് ആ പണി ചെയ്തില്ലെങ്കിലോ പ്രായശ്ചിത്തം കൊടുക്കണം. വല്ലാഹി അള്ളാഹുവാണ് സത്യം, ഞാൻ ഇന്നത് ചെയ്യുകയില്ല. അതോ പിന്നെ അവനെ ചെയ്യാൻ പാടില്ല. അത് ചെയ്താലോ ആ സത്യത്തെ ലംഘിച്ചാലോ അവൻ അതിന് പ്രായശ്ചിത്തം കൊടുക്കണം. അതാണ് യമീന്റെ പ്രായശ്ചിത്തം, കഫാറത്തുൽ യമീൻ. സത്യം ചെയ്ത് ലംഘിച്ചാൽ ആ ലംഘനത്തിന് പ്രായശ്ചിത്തമുണ്ട്. അതിന്റെ ആ പ്രായശ്ചിത്തം തന്നെയാണ് നേർച്ച നേർന്ന് അത് നിർവഹിച്ചില്ലെങ്കിലും നൽകേണ്ടത്. അതെന്താ? സത്യത്തിന്റെ പ്രായശ്ചിത്തം എന്താണ്? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദ 89-ാമത്തെ വചനം, ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ അയ്മാനികും. നിങ്ങളുടെ ശപഥങ്ങളിൽ, സത്യം ചെയ്യലുകളിൽ വ്യർത്ഥമായവ വന്നു പോകുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എന്താ? ചില ആളുകളുടെ സംസാര ശൈലിയാണ്, എന്ത് പറഞ്ഞാലും വല്ലാഹി എന്ന് പറയും. അതിപ്പോ സത്യം ചെയ്യാന്ന അർത്ഥത്തിലൊന്നുമല്ല, അവൻ സംസാര ശൈലി. അപ്പൊ അറബികൾ കാണാം വല്ലാഹി അടിയിട്ടുന്ന് പറയും. വല്ലാഹി എന്ത് പറഞ്ഞാലും, ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണെങ്കിൽ പോലും വല്ലാഹി വരുന്നുണ്ട് അവർ വിളിക്കുക. അത് സംസാര ശൈലിയാണ്. അങ്ങനെ ഒരു വല്ലാഹി വരുന്നുണ്ട്, അതിന്റെ പേരിൽ അള്ളാഹ് പിടികൂടുകയില്ല. വലാകിൻ യുആഖിദുകും ബിമാ അഖത്തുൽ ഐമാൻ. എന്നാൽ അള്ളാഹ് യുആഖിദുകും, നിങ്ങളെ പിടികൂടും. എന്തിന്റെ പേരിൽ? ശപഥം നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചു പറഞ്ഞാൽ. വെറുതെ പറയുന്ന ശൈലിയല്ല, സംസാര ശൈലിയുമല്ല. നേരെ മറിച്ച് മനഃപൂർവ്വം സത്യം ചെയ്തുകൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞാൽ അത് ലംഘിക്കുകയാണെങ്കിൽ അള്ളാഹ് നിങ്ങളെ പിടികൂടും. പിടികൂടാതിരിക്കണമെങ്കിൽ എന്തു വേണം? ആ സത്യം ചെയ്തത് നിറവേറ്റണം. കഴിഞ്ഞില്ലെങ്കിലോ അതിന് പ്രായശ്ചിത്തം കൊടുക്കണം. എന്താണ് പ്രായശ്ചിത്തം? 10 സാധുക്കൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. 10 മിസ്കീനുകളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം. ആ ഭക്ഷണത്തിന് അളവെന്താ? മിൻ ഔസതി മാ തുതിഅമൂന അഹ്ലീകും. നിങ്ങളുടെ കുടുംബത്തിലെ ആളുകൾക്ക് നൽകുന്ന ആ മധ്യമമായ രീതി. നമുക്കൊരു നേരത്തെ ഭക്ഷണത്തിന് 200, ഒരു സാധുവിന് പ്രായശ്ചിത്തം കൊടുക്കുമ്പോൾ എനിക്ക് 25 ഉൾപ്പെടെ ചോറ്, അത് പറ്റൂല. നമ്മുടെ കുടുംബത്തിന് എന്താണോ ഭക്ഷണമായി കൊടുക്കുന്നത് ആ നിലക്കുള്ള മധ്യമ രീതിയോടുകൂടി മിൻ ഔസതി മാ തുതിഅമൂന അഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തിന് നൽകുന്നത് പോലെ ഒരു മീഡിയമായിട്ട് നിങ്ങൾ നൽകേണ്ടതുണ്ട്. അല്ലെങ്കിലോ ഔ കിസ്വത്തുഹും, അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കണം 10 സാധുക്കൾക്ക്. ഔ തഹരീറു റഖബ, അല്ലെങ്കിൽ നിങ്ങൾ അടിമയെ മോചിപ്പിക്കണം. അപ്പൊ 3 കാര്യം പറഞ്ഞു. ഒന്നുകിൽ ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക. ഈ 3-ൽ ഇഖ്തിയാറുണ്ട്. ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കാനുള്ള അവകാശം, ഏതും തെരഞ്ഞെടുക്കാം. ഈ 3ഉം കഴിയാതെ വന്നാലോ ഫമല്ലം യജിദ്, ഈ 3നും സാധ്യമല്ലാതെ വന്നാൽ ഫസിയാമു 3 അയ്യാം, 3 ദിവസം നോമ്പെടുക്കണം. സത്യം ചെയ്തു, ലംഘിച്ചു. നേർച്ച നേർന്നു, ലംഘിച്ചു. അതിന്റെ പ്രായശ്ചിത്തമാണ് ഫസിയാമു 3 അയ്യാം, 3 ദിവസം നോമ്പെടുക്കണം.
എന്നിട്ട് അല്ലാഹു തആല പറയാ ദാലിക കഫാറത്തു ഐമാനികും ഇദാ ഹലഫ്തും, സത്യം ചെയ്ത് ലംഘിച്ചാൽ അതിന് പ്രായശ്ചിത്തം ഇതാകുന്നു. നമ്മൾ വല്ലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത് നിർവഹിച്ചേ പറ്റൂ. അല്ലാത്തടത്തോളം അള്ളാഹ് നിങ്ങളെ പിടികൂടുന്നു പറഞ്ഞല്ലോ. ആ യുആഖിദുക്കും എന്നുള്ള വാക്ക് നമ്മുടെ പെരടിയിലുണ്ട്. നമ്മൾ കുറ്റക്കാരായിക്കൊണ്ടാണ് നിലകൊള്ളുന്നത് ഈ പ്രായശ്ചിത്തം നമ്മൾ ചെയ്യാത്ത പക്ഷം. എന്നിട്ട് അള്ളാഹ് പറയാ വഹ്ഫദു ഐമാനക്കും, നിങ്ങൾ സത്യം ചെയ്താൽ പാലിക്കണം കേട്ടോ. അള്ളാനെ നിങ്ങളെ കളി തമാശക്കുള്ള മാർഗമാക്കരുത്. അള്ളാന്റെ പേരിലാണ് സത്യം ചെയ്യണത്, എന്നിട്ട് അതിനെ ലംഘിക്കും ചെയ്യുക. അതിനെ ചെയ്യാൻ പാടില്ല. ഫഹ്ഫദു ഐമാനക്കും, നിങ്ങൾ ശപഥങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി അള്ളാഹ് അതൊക്കെ വിശദീകരിച്ചു തരാണ്. അള്ളാഹ് ഒരാൾ സത്യം ചെയ്ത് സ്വാഭാവികമായി മനുഷ്യനാണ്, ലംഘിക്കേണ്ടി വന്നു, അവന് വേറെ പ്രായശ്ചിത്ത മാർഗമൊന്നും ഇല്ല എങ്കിൽ നാളെ പരലോകത്ത് ശിക്ഷ ഉറപ്പല്ലേ? ഇവിടെ തന്നെ ഒരു പരിഹാരം തന്നത് അള്ളാഹ് തന്ന നിയമത്തല്ലേ. ലഅല്ലക്കും തഷ്കുറൂൻ ആയത്ത് അവസാനിക്കണം അങ്ങനെയാ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി. അപ്പോ നേർന്ന് ലംഘിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രായശ്ചിത്വം സത്യം ചെയ്ത് ലംഘിച്ചാലുള്ള പ്രായശ്ചിത്വമാണ്. അതിന്റെ പ്രായശ്ചിത്വം ഈ പറഞ്ഞ 2-3 കാര്യങ്ങളാണ്. അതിന് സാധ്യമല്ലാത്ത ഒരാളാണെങ്കിൽ 3 ദിവസം നോമ്പെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി കൂട്ടത്തിലൊരു കാര്യം കൂടി പറയാനുള്ളത്, സത്യം ചെയ്യലും സഹോദരന്മാരെ അള്ളാഹിന്റെ പേരിൽ മാത്രമേ പാടുള്ളൂ. പലപ്പോഴും നമ്മുടെ ആളുകളൊക്കെ ശീലിച്ചു പോയതായിരിക്കാം. കാബയാണ് സത്യം എന്ന് പറയാറുണ്ട്, കാബയാണ് സത്യമെന്ന് പറയാറുണ്ട്, മമ്പറം തങ്ങളാണ് സത്യം എന്ന് പറയാറുണ്ട്, ബദ്രീങ്ങളാണ് സത്യം എന്ന് പറയാറുണ്ട്. സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിച്ചു ശീലിച്ചതാണ് അച്ഛനാണേ സത്യം, അമ്മയാണേ സത്യം. അത് കേട്ട് നമ്മൾ വാപ്പയുടെ സത്യം, ഉമ്മയുടെ സത്യം എന്ന് പറയാൻ അത് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഹദീസിലൂടെ പഠിപ്പിച്ചു, ലാ തഹ്ലിഫു ബിആബാഇകും, നിങ്ങൾ വാപ്പമാരെ പേര് സത്യം ചെയ്യാൻ പാടില്ല. അത് പണ്ട് മുതലേ ഉള്ള ജഹാലത്താണെന്ന് അതിന്റെ അർത്ഥം. പണ്ടേ ഏർപ്പാടുള്ളത് കൊണ്ടാണ് ലാ തഹ്ലിഫു. ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം, യൻഹാക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് നിരോധിച്ചിട്ടുണ്ട്, അൻ തഹ്ലിഫു ബിആബാഇകും, വാപ്പമാരുടെ പേരിൽ സത്യം ചെയ്യൽ. ഫമൻ കാന ഹാരിഫ, സത്യം ചെയ്യുന്നവരുണ്ടെങ്കിൽ ഫൽയഹ്ലിഫ് ബില്ലാഹ്, അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്യട്ടെ. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കട്ടെ. സത്യം ചെയ്യേണ്ടങ്ങൾ ചെയ്യാണെങ്കിൽ അല്ലാഹുവിന്റെ പേരിൽ മാത്രം. മറ്റൊരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മൻ ഹലഫ ബിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ഒരുത്തൻ സത്യം ചെയ്താൽ ഫഖദ് അശ്റക, ഒരു ശിർക്ക് ചെയ്തു എന്നാ. കാരണം സത്യം ചെയ്യണ ഇബാദത്താ. ഇബാദത്ത് റബ്ബിന്റെ പേരിലേ പാടുള്ളൂ. അതിൽ മറ്റുള്ളവരെ പങ്കു ചേർത്താലോ അത് അള്ളാഹുവിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കലാണ്. നമ്മുടെ നാടുകളിൽ വ്യാപകമായി കാണുന്ന ഒന്നാണ് മരിച്ചുപോയ ശൈഖന്മാരുടെ പേരിലും മറമാടപ്പെട്ട ഔലിയാക്കളുടെയും മഹത്തുക്കളുടെയും ഒക്കെ ഖബറിൽ ചെന്നിട്ട് അവരുടെ പേരിൽ സത്യം ചെയ്യലൊക്കെ. പൊന്നാനി ഭാഗത്ത് അതിനായിട്ട് പ്രത്യേക സ്പെഷ്യൽ ജാറം തന്നെ ഉണ്ട്, കിൽക്കട്ട ജാറം എന്നാ പറയാം. കള്ളസത്യം ചെയ്യാൻ അങ്ങോട്ടാ കൊണ്ടുപോകുക. സത്യം ചെയ്യും. വല്ല മോഷണമൊക്കെ നടന്നു കഴിഞ്ഞാൽ നടക്ക് ജാറത്തെങ്കിലേക്ക്, എന്നാൽ അവിടെ കയറുണ്ട്, സത്യം ചെയ്യും. അവൻ സത്യം ചെയ്യൂല, പേടിയാണ്. എന്നാ വീട്ടുന്നോ, നീ എടുത്തിട്ടുണ്ടോ? വല്ലാഹി ഞാൻ എടുത്തിട്ടില്ല, ഒരു പേടിയില്ല അള്ളാഹിനെ പോലെ സത്യം ചെയ്യാൻ. ഇന്ന് അങ്ങോട്ട് നടക്കുന്നു പറഞ്ഞാലോ, ഞാൻ പോകൂല, ചോര ഛർദിക്കും. മനുഷ്യന്മാർക്ക് അള്ളാഹിനെ തന്നെ പേടി. ഖാലിഖിനേക്കാളും പേടി മഖ്ലൂഖിനെയാണ്. അത് ഈമാന്റെ കുറവും ഇൽമിന്റെ കുറവുമാണത്. എന്നിട്ട് അവിടെ പോയി സത്യം ചെയ്യാൻ അവന് പേടിയാണ്. ഷെയ്ഖിന്റെ പേര് സത്യം ചെയ്യൂല, കാരണം ചോര ഛർദിക്കൊള്ളൂന്ന. വല്ലാഹി എത്ര വേണമെങ്കിലും പറഞ്ഞുതരാം, അതിനൊരു വിലല്ല. ഔലിയാക്കന്മാരുടെ പേരിലും മഹത്തുക്കളുടെ പേരിലും ഒരാളുടെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല. ഈ ഏർപ്പാട് പണ്ടുണ്ടായിരുന്നു. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ലാത്ത് തന്നെയാണ് സത്യം, ഉസ്സ തന്നെയാണ് സത്യം. ഏതുപോലെ ഇന്ന് മഹ്ദരീങ്ങളാണ് സത്യം, അമ്പറന്തങ്ങളാണ് സത്യം എന്ന് പറയുന്നില്ലേ? ഇന്നുപോലെ അന്നത്തെ ആൾക്കാർ അങ്ങനെയും പറഞ്ഞിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൻ ഹലഫ, ഒരുത്തൻ സത്യം ചെയ്തു, ഫഖാൽ ഫി ഹൽഫിഹി, ആ സത്യത്തിൽ അവൻ പറയുകയാണെന്ത്, ബില്ലാത്തി വൽ ഉസ്സ, ലാത്തയാണ് സത്യം, ഉസ്സയാണ് സത്യം എന്ന് പറഞ്ഞാൽ ഫൽയഖുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വേഗം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്നാ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹയെ തകർക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അത്തരം വിശ്വാസ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇത്തരം വിധി വിലക്കുകൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് നേടി അതനുസരിച്ച് ജീവിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله.
അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തുകൾ നമ്മൾ നന്ദി കാണിച്ചാൽ റബ്ബിന്റെ അനുഗ്രഹം ആ നിഅമത്തിലുണ്ടാകും, ആ നിഅമത്ത് നമുക്ക് നിലനിൽക്കുകയും ചെയ്യും. അതേ സ്ഥാനത്ത് നന്ദികേടും തെറ്റുകുറ്റങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ആ നിയമത്തിന് അള്ളാഹു തആല എടുത്തു കളയും ചെയ്യും. മാത്രവുമല്ല, നമ്മൾ അള്ളാഹുവിന്റെ ശിക്ഷക്ക് വിധേയരായി തീരുകയും ചെയ്യും. നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോണുകൾ, പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ നല്ല നിലക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എത്രയോ മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ മൊബൈൽ ഫോൺ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദീന് പഠിക്കാനും ദീന് മനസ്സിലാക്കാനും ഒരുപാട് നല്ല നല്ല ആപ്പുകൾ നമുക്ക് ലഭിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അൽഹംദുലില്ലാഹ് ഖൈർ തന്നെയാണ്. ഇപ്പൊ ഖുർആൻ പരിഭാഷകള്, ദിക്റുകള്, ദുആകള്, അതും അർത്ഥസഹിതം പല ഭാഷകളിലുള്ളത്, ഇതൊക്കെ നമുക്ക് ഇന്നുള്ള ആ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ആധുനിക മാർഗങ്ങളാണ്. അതേ സ്ഥാനത്ത് ഈ മൊബൈൽ ഫോണിനെ ഒരു തിന്മയുടെ വഴിയിലേക്ക്, തെറ്റുകൾ കാണാൻ, ഇന്ന് പണ്ടൊക്കെ എവിടെങ്കിലും പോണ ആരും കാണാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഇന്ന് സ്വന്തം റൂമിലിരുന്നാൽ മതി, ലോകം മുഴുവൻ കാണാം, ലോകത്ത് നടക്കുന്ന എല്ലാ വൃത്തികേടുകളും കാണാം. പക്ഷേ റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമീആയ, ബസീറായ, ഖദീറായ, അലീമായ അള്ളാഹിനെ പരിചയപ്പെടുത്തിയില്ലേ, ആ അള്ളാഹ് എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധം ആ മൊബൈൽ ഫോൺ ഉപയോഗപ്പെടുത്തുന്നിടത്ത് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ആ വസ്തു ഉപയോഗിച്ച് അള്ളാഹ്ക്ക് നന്ദികേട് കാണിച്ചാൽ നമുക്ക് ശിക്ഷക്കത് കാരണമായി തീരും. ഒരു കാര്യം അതാണ്. രണ്ടാമത്തേത്, ഇന്ന് മൊബൈൽ ഫോണുകളിലൂടെ വാട്സാപ്പ് സൗകര്യം, അതും ഒരു ആശയവിനിമയത്തിന് വളരെ പെട്ടെന്നുള്ള നല്ലൊരു മാർഗം തന്നെയാണ്. പക്ഷെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ലഭിക്കുന്ന പലതും അതേ പ്രകാരം നമ്മൾ വായിച്ചു നോക്കുക പോലും ചെയ്യാതെ ഫോർവേഡ് ചെയ്യാൻ വലിയ അപകടകരമായ മേഖലകളൊക്കെ അത് എത്തിക്കും. ഒന്ന്, അസംബന്ധമായ കാര്യങ്ങൾ, എന്താണ് അതിനകത്തുള്ളതെന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടാവൂല, നമ്മളതിനെ പ്രചരിപ്പിക്കുകയാണ്. അത് കിട്ടിയോ ചിലപ്പോൾ വായിച്ചിട്ടായിരിക്കും എന്നെ വിളിക്കുക, നിങ്ങളെന്തായി അയച്ചെന്നത്. ഇപ്പൊ ഞാൻ വായിച്ചു നോക്കുന്നത് എന്താ അതിനുള്ളിൽ തെറ്റ്. ഇവിടെ ഏറ്റവും വലിയ ഗൗരവം എന്താണെന്നറിയോ, ചില സംഭവങ്ങൾ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, നമ്മളങ്ങോട്ട് വിടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കാണുമ്പോഴേക്കും ആ ഹദീസ് സഹീഹാണോ ലഈഫാണോ ഒന്ന് ഏതെങ്കിലും അറിവുള്ള ആളോട് അന്വേഷിക്കാൻ പോലും നമ്മൾ തയ്യാറാകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കാണുമ്പോഴത്തേന് അടുത്ത സ്വിച്ച് ഞെക്കി കഴിഞ്ഞു, അങ്ങോട്ട് പോയത്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ, എന്റെ പേരിൽ കളവ് പറഞ്ഞാൽ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ശരിക്കും ആലോചിക്കേണ്ട വിഷയമാണത്. അവസാനം എഴുതിയിട്ടത് ഫോർവേഡ് ചെയ്യണം, അല്ലേ, ഇത് ഷെയർ ചെയ്യുന്ന എല്ലാവരിലേക്ക് എത്തിക്കണം. എന്താ, ചിലപ്പോൾ കുറെ ബിദ്അത്തുകൾ ഉണ്ടാവും, കുറെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവും. ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെറും എന്തൊക്കെയോ നുണകൾ കുറെ കാലമായി പ്രചരിക്കാൻ തുടങ്ങിയിട്ട്, ഒരു റൊട്ടി തിന്നു, കഷ്ണം തിന്നു, അപ്പം തിന്നു, അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു, എന്ത് കണ്ടാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കും. ഒരാളെ സംബന്ധിച്ച്, മുൻഗാമികളായ ആളുകളെ സംബന്ധിച്ച് വരുന്ന വിഷയങ്ങൾ അതിന് സനതും പരമ്പരയ്ക്ക് വേണം. ദീന് എന്ന് പറഞ്ഞാൽ അതല്ലേ, അടിസ്ഥാനമില്ലാതെ എനിക്ക് തോന്നിയത് ഞാൻ പറയാ, അവന് തോന്നിയത് അവൻ പറയാ, ഓരോരുത്തരും അത് എഴുതി രേഖപ്പെടുത്തി വെക്കുക, ഓരോരുത്തരുടെ കൈ കിട്ടിയ പിന്നെ സ്വിച്ച് ഞെക്കിയിട്ട് ലോകത്ത് മുഴുവൻ എത്തിക്കുക. ഇതൊക്കെ എന്താ? അവസാനം ദീനും ഇസ്ലാമും ഇസ്ലാമിന്റെ ശരിയായ ചരിത്രവും ശരിയായ ഹദീസൊക്കെ അവസാനം എങ്ങോട്ടാ എത്തുക? ഈ തെറ്റും ശരിയൊക്കെ കൂട്ടിക്കലർത്തി ഇത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ സാധാരണ കളവ് പറയുന്ന പോലെയല്ല എന്റെ പേര് കളവ് പറയൽ. മൻ ഖാല അലയ്യ മാലം അഖുൽ, ഞാൻ പറയാത്ത വല്ലതും ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ നരകത്തിൽ. അതുകൊണ്ട് ഫോർവേഡിന്റെ ബട്ടൺ നമ്മൾ അമർത്തുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് വേണം, ഇത് പറ്റുമോ ഇല്ലേ എന്നൊക്കെ. ചിലപ്പോൾ ചില ആളുകളെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടായിരിക്കും, നമ്മൾ അതേപോലെ കേൾക്കാൻ നല്ല രസമുണ്ട്, വായിക്കാൻ നല്ല രസമുള്ള റിപ്പോർട്ടാണ്, ആണ് അയച്ചു. ആരെക്കുറിച്ചാണ് എഴുതപ്പെട്ടത്, ആ സാധു ചിലപ്പോൾ അത് അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല, അങ്ങനെ സംഭവം തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ എത്ര റിപ്പോർട്ടുകൾ ആ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വേറെ വരല്, ഇന്നലെ വന്ന വാർത്ത ശരിയായിരുന്നില്ല, നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുമോ? അങ്ങോട്ട് വിട്ട പോലെ എല്ലാം കൂടി മാന്തിക്കൂട്ടി ഇങ്ങോട്ട് പിടിച്ചെടുക്കാൻ കഴിയുമോ? അള്ളാഹിനോട് മറുപടി പറയേണ്ടതിനൊക്കെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും റബ്ബിന്റെ മുമ്പിൽ രേഖപ്പെടുത്തപ്പെടല്ലേ, അതിവിടെ സാക്ഷികളല്ലേ. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ വിശദീകരിക്കുന്നില്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വയ്യെങ്കിൽ ഒഴിവാക്കുക.
അത് നമ്മളെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുമെങ്കിലും അതിന്റെ അനാവശ്യമായ കേൾവികൾ, അതിലൂടെയുള്ള അനാവശ്യമായ കാഴ്ചകൾ, അതിലൂടെയുള്ള അനാവശ്യമായ ഉപയോഗങ്ങൾ മാത്രം നമുക്ക് കഴിയൂ. ഒഴിവാക്കി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫൽയകുൽ ഖൈറ, പറയുകയാണെങ്കിൽ നല്ലത് പറയ്, ഔലി യസ്മുത്ത്, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുന്നു പറഞ്ഞില്ലേ. സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളാന്റെ പേരിൽ സത്യം ചെയ്യ്, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുന്നു പറഞ്ഞില്ലേ. ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല നിലക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കിക്കളാം. എന്തിനാ പൈസ ചെലവാക്കി ഓരോ മാസം 300-400 ഉറുപ്പ്യ കൊടുത്തിട്ട് 20,000 25,000 കൊടുത്ത് മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് ഓതാൻ സമയമല്ല, ഖുർആൻ ഓതാൻ സമയമല്ല, ദിക്റിന് സമയമല്ല, ജമാഅത്തിന് സമയമല്ല. ഒരു ദിവസം എത്ര മണിക്കൂറായി വാട്സപ്പിന്റെ മുമ്പിൽ ഫേസ്ബുക്കിന് മുമ്പിൽ നമ്മൾ ചെലവഴിക്കുന്നത്? ഖുർആൻ ഓതാൻ എത്ര സമയം? അങ്ങനെ ആലോചിക്കും. ഞാൻ എന്നോടും കൂടി പറയാം, ഖുർആൻ ഓതാൻ ഞാനും നിങ്ങൾ ഒരു ദിവസം എത്ര സമയം ഉപയോഗപ്പെടുത്തുന്നുണ്ട്? 5 മിനിറ്റ് ഇരുന്ന് നമുക്ക് ഉറക്കം വരൂലേ? അല്ലെങ്കിൽ ക്ഷീണമായില്ലേ? അരമണിക്കൂറും 1 മണിക്കൂറും വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും മുമ്പിൽ നിന്ന് ആർക്കെങ്കിലും ക്ഷീണം വരാറുണ്ടോ? ഇല്ല. ശൈത്താൻ ജയിച്ച് കളിക്കുക നടക്കുകയാണ്. ആ ശൈത്താനിനെ ജയിപ്പിക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, നമ്മൾ ജയിക്കണം, പിശാചിനെ പരാജയപ്പെടുത്തണം. അവൻ ശത്രുവാ നിങ്ങളുടെ ഫത്തഖിദുഹു അദുവ്വ, എന്നും അവൻ ശത്രുവായി തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്, പേടിക്കേണ്ടതുണ്ട്. അവൻ പല മാർഗത്തിൽ നമ്മൾ വഴിപെടുപ്പിക്കാൻ ശ്രമിക്കും. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഫഅജ്ലിബ് അലൈഹിം ബിഖൈലിക വറജ്ലിക വശാരികുഹും ഫിൽ അംവാലി വൽ ഔലാദി വഇദുഹും വമാ യഇദുഹും അശ്ശൈത്വാനു ഇല്ലാ ഗുറൂറാ. നിന്റെ ശബ്ദം കൊണ്ടും നിന്റെ കാലാൾപ്പട കൊണ്ടും നിന്റെ കുതിരപ്പട കൊണ്ടും നീ ജനങ്ങൾക്കിടയിൽ ഇളക്കിവിടാൻ ശ്രമിച്ചോ. പക്ഷേ നീ എന്ത് വാഗ്ദാനം ചെയ്താലും അതൊക്കെ ചതിയുടെയും വഞ്ചനയുടെയും മാത്രമായിരിക്കും. അല്ലാഹു ശൈത്താനെ കുറിച്ച് നമ്മുടെ ഖുർആനിൽ പറഞ്ഞു തന്നതാ. ആ ആയത്ത് കൂടി നമുക്കറിയില്ല, അങ്ങനെ ആയത്ത് ഉണ്ട് എന്ന് പോലും. കാരണം ഖുർആൻ നമ്മളൊന്നും വായിച്ചിട്ടില്ല, അതിനർത്ഥം നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ട് അവനവൻ എന്താണ്, ഞാൻ എങ്ങോട്ടാ, ഞാൻ ഇപ്പൊ എവിടെ എത്തി എന്നൊക്കെ ആലോചിക്കുക. ഈ കണ്ണൂർ ജില്ലയിലല്ലേ കഴിഞ്ഞ ആഴ്ച മിനിഞ്ഞാന്ന് ഉംറയ്ക്ക് വേണ്ടി ഒരു കുടുംബം പോയത്. ഒരു സ്ത്രീയും 2 പെൺകുട്ടികളും, ഒരു സ്ത്രീയും 2 മക്കളും. ആ മക്കൾ ഒന്ന് മരിച്ചു, എയർപോർട്ടിൽ വെച്ചിട്ടാ മരിച്ചു. അവിടെ വേറെ പ്രശ്നം കൂടിയുണ്ട്, മഹറമില്ലാത്ത യാത്രയാ, കൂടെ ഒരാളില്ല. നമ്മളെപ്പോഴും പറയണം, മഹറമില്ലാതെ യാത്ര പോകരുത്. അത് മക്കത്ത് എത്തിയിട്ടാണെങ്കിൽ ആരാ അവരെ താങ്ങി പിടിക്കാനുള്ളത്? അന്യ പുരുഷന്മാർക്ക് ആ സ്ത്രീനെ എടുക്കാൻ പറ്റുമോ? നിങ്ങൾ പറയും. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവർ കടുംപിടുത്തക്കാരാണ്, ഇവർക്ക് വാശിയാണ് എന്നൊന്നും ആർക്കും തോന്നരുത്. അള്ളാന്റെ ദീന് തന്നെയാണ്. ഇതിപ്പോ കോഴിക്കോട്ടായതുകൊണ്ട് അവിടെ ആളുകളുണ്ടായി, കൊണ്ടുവരാൻ കഴിഞ്ഞു. വിമാനത്തിൽ കയറി ജിദ്ദ എയർപോർട്ടിലെത്തി, അവിടുന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. ആദ്യം കുഴഞ്ഞു വീണു, മരിച്ചിട്ടില്ല. ആ സ്ത്രീയെ ഒരു അന്യ പുരുഷനെടുക്കാൻ പാടുണ്ടോ? നിങ്ങൾ പറയും. ഒരു ഉമ്മയും 2 മക്കളും. ആ പോക്കെന്നെ ശരിയാണ്. ആ കുടുംബത്തെ ആക്ഷേപിക്കൊന്നല്ല, അറിവില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ്. നമ്മളത് ഉണ്ടാകരുത്. എത്ര ഭർത്താക്കന്മാര് ഗൾഫിൽ, ഭർത്താക്കന്മാര് അവിടെ, പിന്നെ ഹൈദരാബാദിൽ, ഭർത്താക്കന്മാര് മദ്രാസിൽ, ഭർത്താവ് ഇവിടെ കടമേരിയിൽ. ഓരോരുത്തരും നിങ്ങൾ ഭാര്യയും ഉമ്മയും 5 ജ്യേഷ്ഠത്തി ഒന്നിച്ച് ഉംറക്ക് പോവുക പാടില്ല. ഒരു പകലും രാത്രിയും ദൂരം വരുന്ന യാത്ര മഹറമിൻ. ഈ ലോകത്ത് എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായി അറിയുന്ന അല്ലാഹു തആല ഉണ്ടാക്കിയ നിയമമാണ്. അത് വേറെ വിഷയം. അങ്ങനെ ആ സ്ത്രീ മരിച്ചു. അവരാരും ഞാൻ എയർപോർട്ടിലേക്ക് മരിക്കാൻ പോകുന്ന നിയത്തിൽ പോയതല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പോവില്ല. മരിക്കുന്ന അറിയാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നിരുന്നു, ഖുർആൻ ഓതി പ്രാർത്ഥിച്ചിട്ട് അവർ മരിച്ചു. യുവതിയാണ്. അതേപോലെ ഉംറക്ക് പോയ വേറൊരു വിഭാഗം ആളുകൾ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മരിച്ചതായിട്ട് പത്രത്തിൽ റിപ്പോർട്ട്. നാളെ നമ്മളും മരിക്കുന്നതാണ്. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഫേസ്ബുക്കും ഈ വാട്സപ്പിൽ ഇല്ലാത്ത കുറെ നുണകളും കുറെ കുപ്രചരണങ്ങളും കുറെ വേണ്ടാത്ത ചിത്രങ്ങളും ഇതൊക്കെ കണ്ടുകൊണ്ട് മരിക്കാനാണോ നമ്മളൊക്കെ തീരുമാനിക്കുന്നത്? അതോ ഇന്നമല്ല അമാലു ബിഖവാതിമിഹ, മനുഷ്യന്റെ ആ കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുന്നത് അവന്റെ പര്യവസാനം നോക്കിക്കൊണ്ടാണ് എന്ന പ്രവാചക വചനത്തെ സ്വീകരിച്ചുകൊണ്ട് ഒരു നല്ല മരണം വേണം നേതാം. സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥനയിലായിരിക്കെ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കെ. ആ നിയ്യത്ത് നമുക്ക് വേണ്ടത്. നിയ്യത്ത് മാത്രം പോരല്ലോ, അതിന് നമ്മൾ എന്ത് വേണം? ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നവരായിരിക്കണം. അതിന് കൂടുതൽ സമയം കാണുക. ഇനി ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചിന്തിക്കാൻ, നല്ലത് പറയാൻ, പ്രവർത്തിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോൾ മരിച്ചാലും ഈമാനോടുകൂടി അമലുസ്വാലിഹാത്തിന്റെ വിയർപ്പ് കണങ്ങളും നെറ്റിത്തടങ്ങളിൽ നിറഞ്ഞുകൊണ്ട് നല്ല മരണം മരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ പാപങ്ങൾ, തിന്മകൾ അല്ലാഹു തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, അവരുടെ ഖബറുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم طيب ثراهم واجعل الجنة مأواهم
اللهم لا تشف خلقنا بالنار ولا تجعلنا من حسب النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما اللهم لا تجعل الدنيا أكبر همنا ولا غاية قصدنا ولا مبلغ علمنا ولا إلى النار مصيرنا اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله عليه وسلم.